രാഹുവും കേതുവും എങ്ങനെയുണ്ടായി? ആ കഥയുമായി നമ്മൾ കഴിക്കുന്ന ഉള്ളിക്കുള്ള ബന്ധം നിങ്ങൾക്കറിയാമോ? ഈ സംഭവങ്ങൾക്കെല്ലാം തുടക്കമാകുന്നത് സമുദ്രമഥന സമയത്താണ്. സമുദ്രം കടഞ്ഞപ്പോൾ ഭഗവാൻ ധന്വന്തരി അമൃതകുംഭവുമായി ഉയർന്നുവന്നു. എല്ലാ ദേവന്മാരും അവരവരുടെ അമൃതിന്റെ പങ്ക് ലഭിക്കുന്നതിൽ ശ്രദ്ധിച്ചപ്പോൾ സൈംഹികേയൻ എന്ന അസുരൻ അമൃതകുംഭവുമായി പാതാളലോകത്തേക്ക് കടന്നുകളഞ്ഞു. സാക്ഷാൽ നാരായണൻ മോഹിനീരൂപമെടുത്ത് അമൃതം വീണ്ടെടുത്തു. ദേവന്മാർ അമൃതപാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ സൈംഹികേയൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ സ്വർഗത്തിലെത്തി അമൃതിന്റെ ഒരു പങ്ക് കുടിക്കാനാരംഭിച്ചു. ചതി തിരിച്ചറിഞ്ഞ സൂര്യദേവനും ചന്ദ്രദേവനും വിവരം മഹാവിഷ്ണുവിനെ അറിയിച്ചു. നാരായണൻ തന്റെ സുദർശന ചക്രത്താൽ അസുരന്റെ കഴുത്തറുത്തു. അസുരൻ കഴിച്ച അമൃതിന്റെ ഒരു പകുതി കഴുത്തിന് മുകളിലും പകുതി താഴെയുമായി അവശേഷിച്ചതിനാൽ അവന്റെ ശരീരത്തിന്റെ 2 ഭാഗങ്ങളും നശിക്കാതെ നിന്നു. ആ ഭാഗങ്ങൾ രാഹുവും കേതുവുമായി. കമ്പരാമായണമനുസരിച്ച് അസുരന്റെ ശിരസ്സ് ഛേദിച്ചപ്പോൾ ഭൂമിയിൽ വീണ രക്തത്തുള്ളി ചുവന്ന ഉള്ളിയായും അമൃതിന്റെ തുള്ളി വെളുത്ത ഉള്ളിയായും മാറി. അതിനാൽ ചില വൈദിക സാധകർ അവ രണ്ടും കഴിക്കാതെയായി. ഈ സംഭവങ്ങളാൽ തന്നെ രാഹുവും കേതുവും സൂര്യചന്ദ്രന്മാരോടുള്ള വിരോധം അവരുടെ മേലെ ഗ്രഹണമേൽപ്പിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുന്നു. എന്നാൽ സൂര്യചന്ദ്രന്മാർ രാഹുകേതുക്കളുടെ കഴുത്തിലൂടെ പുറത്തുവരുന്നു.